ഉച്ചയ്ക്കുള്ള ഭക്ഷണം വൈകുന്നേരം കഴിക്കുന്ന രാജ്യക്കാരെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സ്പെയിനിൻ്റെ തെക്കേ അറ്റത്തുള്ള ഈ അൽമേരിയയിലെത്തും വരെ എനിക്കും അതറിയില്ലായിരുന്നു. ഇന്നലെ ഇപ്പോൾ ഇവിടെ ഈ റെസ്റ്റോറൻറ്റിൽ വന്നു. ആ സമയത്ത് ഈ റെസ്റ്റോറൻറ്റ് രാത്രി 8:30 വരെ തുറന്നിട്ടില്ല. 8:30 ശേഷമാണ് തുറക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം, ഈ റെസ്റ്റോറൻറ്റ് അടച്ചിട്ടിരിക്കുന്നത് കാണാം. ഇപ്പോൾ ഇവിടെ സമയം വൈകിട്ട് 7 മണിയാണ്. ഇതുവരെ റെസ്റ്റോറൻറ്റ് തുറന്നിട്ടില്ല. വൈകിട്ട് 8:30 ശേഷമാണ് ഇവർ തുറക്കുന്നത്. ഇപ്പോൾ ഡിന്നർ മാത്രമല്ല അവർ വൈകി കഴിക്കുന്നത്, ഇപ്പോൾ ഉച്ചഭക്ഷണവും അങ്ങനെ തന്നെ. ഉച്ചയ്ക്കുള്ള ഭക്ഷണം കഴിക്കുന്നത് 2 മണിക്ക് ശേഷമാണ്. അപ്പോൾ അതിനനുസരിച്ചുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റും മാറിയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് 9 മണി കഴിയാതെ അവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറില്ല. അപ്പോൾ അതിനനുസരിച്ച് കൊണ്ടാണ് രാവിലെ 9 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ്. കമ്പനികൾ തുടങ്ങുന്നതും അങ്ങനെ തന്നെ, രാവിലെ 9 മണിക്ക് ശേഷമാണ് മിക്ക കമ്പനികളും തുറക്കുന്നത് തന്നെ. അപ്പോൾ 2 മണിക്ക് ശേഷം 2 മുതൽ 3:30 വരെയൊക്കെ അവർ ലഞ്ച് കഴിക്കാറുണ്ട്. ഇപ്പോൾ ഡിന്നർ എന്ന് പറയുന്നത് രാത്രി 12 മണി വരെ നീളും. ഇങ്ങനെയാകാൻ ചരിത്രപരമായ ഒരു കാരണമുണ്ട്. സ്പെയിനിലെ ഏകാധിപതിയായിരുന്ന ഫ്രാൻസിസ് ഫ്രാങ്കോയുടെ നാസി ജർമ്മനിയോടുള്ള കൂറാണ് സ്പെയിൻകാരുടെ ഭക്ഷണത്തിൻ്റെയും സാമൂഹ്യ ജീവിതത്തിൻ്റെയും സമയക്രമത്തെ മാറ്റിമറിച്ചത്. ഭൂമിശാസ്ത്രപരമായി മൊറോക്കോ, പോർച്ചുഗൽ, UK തുടങ്ങിയ രാജ്യങ്ങളോടൊപ്പം ഒരേ സമയമേഖലയിൽ വരുന്ന സ്പെയിൻ ഗ്രീൻവിച്ച് ടൈമാണ് പിന്തുടർന്നിരുന്നത്. എന്നാൽ നാസി ജർമ്മനിയുടെ ഒപ്പം നിൽക്കാൻ സമയം 1 മണിക്കൂർ മുന്നിലേക്കാക്കി സെൻട്രൽ യൂറോപ്യൻ ടൈം പിന്തുടരാൻ ഫ്രാങ്കോ ഉത്തരവിടുകയായിരുന്നു. അങ്ങനെ 1940 മുതൽ സമയമേഖല മാറിയെങ്കിലും അതിനനുസരിച്ച് ജനങ്ങൾ അവരുടെ ഭക്ഷണ സമയം മാറ്റിയില്ല എന്നാണ് പറയുന്നത്. അങ്ങനെയാണത്രേ 1:30-ക്കുള്ള ഉച്ചഭക്ഷണം 2:30-ക്കും അതുപോലെ രാത്രി 7:30-ക്കുള്ള അത്താഴം 8:30-ക്കൊക്കെ ആയിത്തീർന്നത്.